സുരേഷ് ഗോപി നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ദ ടൈഗർ. ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രം 2005-ലാണ് ദ ടൈഗർ പുറത്തിറങ്ങിയത്. ശശി അയ്യഞ്ചേരിയായിരുന്നു ചിത്രം നിർമ്മിച്ചത്. ഷൂട്ടിങ്ങിന്റെ ആദ്യ ദിവസം തനിക്കുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ശശി അയ്യഞ്ചിറ ഇപ്പോൾ. സുരേഷ് ഗോപിയിൽ നിന്ന് ഒരു അനുഭവമുണ്ടായി. പക്ഷേ അന്നത്തോടു കൂടി സുരേഷ് ഗോപി പക്കയായി. പൂജയും ഷൂട്ടിങ്ങും ഒരുമിച്ചായിരുന്നു. മറൈൻ ഡ്രൈവിലായിരുന്നു പൂജ നടന്നത്. 300ഓളം പേർ അന്ന് അവിടെ വന്നിട്ടുണ്ട്. ശ്യാം ദത്താണ് ക്യാമറാമാൻ. കോസ്റ്റ്യൂമൊക്കെ ഒന്ന് കാണണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ശ്യാം ദത്ത് കാണിച്ചു കൊടുത്തു. ക്യാമറേറ്റ് ഗംഭീരമായിരിക്കുമെന്ന് പറഞ്ഞു. ഈ കോസ്റ്റ്യൂം എനിക്കിടാൻ പറ്റില്ലെന്ന് സുരേഷ് ഗോപിയും പറഞ്ഞു. അപ്പുറത്ത് ഞാനും സുഹൃത്തും ചായയും കുടിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക, ഞാൻ പെട്ടുപോയല്ലോ എന്ന് സുരേഷ് ഗോപി പറയുന്നത് ഞാൻ കേട്ടു. അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തു. പെട്ടുപോകാൻ പാടില്ലല്ലോ. ഞാൻ വേഗം വന്നു. എന്താണ് സുരേഷ് ഗോപി പ്രശ്നം? ക്യാമറാമാൻ പറഞ്ഞതല്ലേ ശരി എന്ന് ചോദിച്ചു. എന്താ ചെയ്യുക എന്ന് സുരേഷ് ഗോപി തൻ്റെ സ്റ്റൈലിൽ ആംഗ്യം കാണിച്ചു. ഇത്രയും പേർ നിൽക്കുകയല്ലോ. ഞാൻ ഹലോ എന്ന് പറഞ്ഞ് കൈയടിച്ചു. എല്ലാവരും എന്നെ നോക്കി. ആ പടം ഞാൻ ചെയ്യുന്നില്ല, പാക്കപ്പ് എന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോയി വണ്ടിയിൽ കയറിയിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. പൂജ കഴിഞ്ഞ് വിളക്ക് പോലും കെട്ടിട്ടില്ല. എല്ലാവരും ഞെട്ടി. കാർ വളഞ്ഞു വരവെ ഷാജി കൈലാസും സുരേഷ് ഗോപി ഓടി വരുന്നു. നമ്മൾ തമ്മിൽ അടുപ്പമുണ്ടല്ലോ, തമാശ പറഞ്ഞതാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഇനി ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് ഷാജി കൈലാസ് ഉറപ്പു തന്നതോടെ ഷൂട്ടിംഗ് തുടങ്ങിയെന്ന് ശശി അയ്യഞ്ചിറ പറഞ്ഞു. ടൈഗർ സൂപ്പർ ഹിറ്റായിരുന്നു എന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടി. 3 പ്രാവശ്യം സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്താൻ ഞങ്ങൾ ഇരുന്നു. ക്ലൈമാക്സിൽ ഷാജി കുറച്ച് തിരുത്തലുകൾ പറഞ്ഞു. അതൊക്കെ ബി ഉണ്ണികൃഷ്ണൻ അതിന് തയ്യാറായി. അതൊക്കെ തിരുത്തി എഴുതി. അങ്ങനെ തുടങ്ങിയ പടമാണ് ദ ടൈഗർ എന്നും ശശി അയ്യഞ്ചിറ പറഞ്ഞു. പൃഥ്വിരാജ് നായകനായ കൃത്യം എന്ന സിനിമയെക്കുറിച്ചും ശശി അയ്യഞ്ചിറ സംസാരിക്കുന്നുണ്ട്. പ്രതിഫലത്തിന്റെ പേരിൽ രാജുവുമായി കുറച്ച് വഴക്കുണ്ടായി. രാജു കണക്ക് നോക്കിയപ്പോൾ പൈസ കുറവാണെന്ന് പറഞ്ഞ സംഭവം ഉണ്ടായി. ഞാൻ എല്ലാ പൈസയും കറക്റ്റ് കൊടുത്തതാണ്. അന്ന് ഞാൻ രാജുവിനെ കുറച്ച് വിഷമിപ്പിക്കുന്നത് പോലെ സംസാരിച്ചു. മല്ലിക ചേച്ചി എന്നെ രാത്രി വിളിച്ചു. ശശി മോൻ കണക്ക് നോക്കിയപ്പോൾ തെറ്റിയെന്ന പൈസ മുഴുവൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരാൾക്കും പൈസ കൊടുക്കാൻ ഞാൻ ബാക്കി വെക്കാറില്ല. രാജു തന്നെ സോറി, എൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞു ശശി അയ്യഞ്ചിറ ഓർക്കെടുക്കുന്നു.